ശനിയാഴ്ച വൈകിട്ടത്തെ ഇപ്പോൾ ടൈം 7:30 എടുക്കുന്നു. ഞങ്ങളുടെ ഭക്ഷണം പൊറോട്ടയും എടുത്തു, ചിക്കൻ ഫ്രൈയും സലാഡുമാണ്. ചിക്കൻ ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നേരത്തെ വാങ്ങിച്ചൊരു ചിക്കൻ്റെ പകുതി ലെഗ് പീസും ബാക്കി കുറേ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ ചേരുവകളുമൊക്കെ പുരട്ടി അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് കൂട്ടിയാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം. ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പാണ്. അപ്പോൾ കഴിക്കട്ടെ. അപ്പോൾ ശരി, ഭക്ഷണം കഴിക്കട്ടെ. പൊറോട്ട വാങ്ങിച്ചതാണ്, ചിക്കൻ ഫ്രൈ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. 2 ലെഗ് പീസും ബാക്കി കുറേ കഷ്ണങ്ങളെല്ലാം കൂടി ഒരു 3/4 കിലോ ചിക്കൻ കാണും. ഇതിലേക്ക് ചേർത്ത ചേരുവകൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി അല്ല, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. ഒരു 2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ എണ്ണ, പിന്നെ ചേർത്തത് 1 ടീസ്പൂൺ വിനീഗർ, ഒരു 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലാക്കി വെച്ചു. ഒരു 3-4 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് അതിൻ്റെ തണുപ്പൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും അതിനോടൊപ്പം തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി. എന്നിട്ടൊരു 4-5-6 മിനിറ്റൊക്കെ എടുത്ത് ഒരു വശം മൂത്ത് വരാനായിട്ട്. അവിടെ മുട്ടയും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കോട്ടിങ് ഒക്കെ അതിൽ തന്നെ ഇരിക്കും, ഒട്ടും തന്നെ എണ്ണയിലായി പോയിട്ടില്ല. എന്നിട്ട് ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ടു. വീണ്ടും ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നല്ലതായിട്ട് ഫ്രൈ ആക്കി വന്നത്. കാശ്മീരി മുളക് കൂടി ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല റെഡ് കളർ കിട്ടിയേനെ. ഇതിൻ്റെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കും, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ചില്ലി ഫ്ലേക്സും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഒന്നുകൂടെ ഈ എണ്ണയിൽ ഇട്ട് വറുത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ ഫ്രൈയുടെ അതേ ലെവലിലും അതേ ടേസ്റ്റ്. ഇപ്പം ടേസ്റ്റ് അത് തന്നെയാണ്, പക്ഷേ കാഴ്ചയ്ക്ക് അതുപോലെ അതിൻ്റെ പൊടികളൊക്കെ കൂടെ ചേർന്ന് അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് സലാഡ് അരിഞ്ഞ് വെച്ചതിനകത്ത് തൈരിനകത്ത് ഉപ്പ്, പിന്നെ അല്പം ഷുഗർ, എണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിലില്ല, ഒലിവ് ഓയിലും ഇല്ല. അതിനെല്ലാം കൊണ്ട് തൈരിനകത്ത് മിക്സ് ചെയ്ത് അതിലേക്കാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സലാഡിൻ്റെ പച്ചക്കറികളെല്ലാം കൂടെ ചേർത്താണ് ഈ പൊറോട്ട ചിക്കൻ ഫ്രൈയും സലാഡും കൂടെ ചേർത്ത് കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കഴിക്കുന്നത് പോലെ ഞങ്ങൾ അധികമൊന്നും പോയി പുറത്തൊന്നും പോയി ഇങ്ങനെയൊന്നും കഴിക്കാറില്ല. വാങ്ങിച്ചുകൊണ്ട് വന്ന് ഉള്ളപ്പോഴൊക്കെ വീട്ടിൽ വെച്ച് കഴിക്കാറുണ്ട്. അതേ ടേസ്റ്റ് തന്നെ കിട്ടി. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നല്ല മാവൊക്കെ അതിനകത്ത് തന്നെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് ചേർന്നിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കിട്ടും. നല്ല കാഴ്ചയ്ക്കും അതേപോലെ തന്നെ ടേസ്റ്റും നല്ലതായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങളുടെ ഇന്നലെ രാത്രിയിലത്തെ ഡിന്നർ. നല്ല ടേസ്റ്റായിരുന്നു. ഇനി കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ഞാൻ അധികമൊന്നും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. കറി റോസ്റ്റൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇത് വാങ്ങിക്കുന്നതിനേക്കാൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് കൊടുക്കുന്നത്. ഇനി അവരൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ നോക്കും. കുറേ റെസിപ്പികളൊക്കെ നോക്കി എന്തൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്ന്. ഈ മുട്ട മാവ് ഇതൊന്നും ഞാൻ അങ്ങനെ ഈ നമ്മുടെ അരിപ്പൊടി